ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുട്ടൂസ് മീഡിയയിലെ ലേണിംഗ് സെക്ഷനിലേക്ക് സ്വാഗതം. നമ്മളിന്ന് +2 ബയോളജിയിലെ സെക്കൻഡ് ചാപ്റ്ററായ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന ചാപ്റ്ററാണ് എടുക്കാൻ പോകുന്നത്. ബിഫോർ എൻട്രിങ് ടു ദി ചാപ്റ്റർ, നമുക്കറിയാം നമ്മൾ ഫസ്റ്റ് ഇയറിൽ പ്ലാന്റ് കിങ്ഡം എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. ആ ചാപ്റ്ററിൽ എങ്ങനെയായിരുന്നു നമ്മൾ പ്ലാന്റിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്? ആൽഗി, ബ്രയോഫൈറ്റ്സ്, ടെർഡോഫൈറ്റ്സ്, ജിംനോസ്പേംസ് ആൻഡ് ആൻജിയോസ്പേംസ്. അവിടെ നമ്മൾ ആൽഗിയുടേത്, ബ്രയോഫൈറ്റിൻ്റെത്, ടെർഡോഫൈറ്റിൻ്റെ, ജിംനോസ്പേംസിൻ്റെ ഒക്കെ ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ റിപ്രൊഡക്റ്റീവ് സ്റ്റേജസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ആൻജിയോസ്പേംസിൻ്റെ സെക്ഷൽ റീപ്രൊഡക്ഷനെ പറ്റിയാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ടിപ്പിക്കൽ ഫീച്ചർ ഓഫ് ഒരു ആൻജിയോസ്പേം എന്ന് പറയുമ്പോൾ എന്താണ്? അതിൻ്റെ ഫ്ലവറാണല്ലേ. നമ്മൾ ഏറ്റവും അട്രാക്റ്റ് ആക്കുന്നതും പിന്നെ എന്താണ്, കളറിനായാലും ഫ്രേഗ്രൻസിനായാലും നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു പ്ലാന്റിൻ്റെ പാർട്ട് എന്ന് പറയുന്നത് ഫ്ലവറാണ്. അപ്പോൾ ബിഫോർ എൻട്രിങ് ഇൻ ദി ചാപ്റ്റർ നമുക്ക് ചാപ്റ്റർ ഒന്ന് ബ്രീഫായിട്ട് നോക്കാം. ബ്ലൈൻഡായിട്ട് നമ്മളൊരു ചാപ്റ്റർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താ പഠിക്കണം എന്നുള്ളതൊരു ഐഡിയ കിട്ടത്തില്ല. അതിന് മുന്നേ ആ ചാപ്റ്ററിനെ കുറിച്ചൊരു ബ്രീഫ് ഒരു ഐഡിയ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് എന്തായാലും ആ ചാപ്റ്ററിൽ എൻ്റർ ചെയ്യുന്നതിന് മുന്നേ ഒരു ഐഡിയ ഉണ്ടായിരിക്കും. അപ്പോൾ ചാപ്റ്ററിനെ ബ്രീഫായിട്ട് നോക്കുമ്പോൾ ആ ചാപ്റ്ററിനെ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. പ്രീ ഫെർട്ടിലൈസേഷൻ, അതിൻ്റെ ഇവൻറ്റ്സ്, ഫെർട്ടിലൈസേഷൻ ആൻഡ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ, പിന്നെ ഒരു രണ്ട് കുഞ്ഞു ടോപ്പിക്സ്, റെപ്രോമിക്സിസ്, പോളിയംബ്രാണി എന്ന് പറഞ്ഞിട്ട്. പ്രീ ഫെർട്ടിലൈസേഷൻ അതിൻ്റെ ഇവൻറ്റ്സിനെ നമുക്ക് ആദ്യമായിട്ട് തന്നെ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഓഫ് ഒരു ഫ്ലവർ എന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ ആൻഡ്രീഷ്യം, പിന്നെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഓഫ് ഫ്ലവർ ഗൈനീഷ്യം. പിന്നെ ആ ചാപ്റ്ററിലുള്ള അല്ലെങ്കിൽ ആ പ്രീ ഫെർട്ടിലൈസേഷനിലുള്ള ഇവൻറ്റ്സ് ആണ് പോളിനേഷൻ, അതിൻ്റെ ഏജൻറ്റ്സ്, പിന്നെ ഔട്ട് ബ്രീഡിങ് ഡിവൈസസ്, പോളൻ വേസ്റ്റ് ഇൻട്രാക്ഷൻ ആൻഡ് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ. ഇത്രയും പ്രീ ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സിനകത്ത് വരുന്ന പാർട്ടാണ്. ഇനി ഫെർട്ടിലൈസേഷൻ, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് ദി ആൻജിയോസ്പേം എന്ന് പറയുന്നത് തന്നെയാണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ. അപ്പോൾ അത് തന്നെയാണ് എന്താണ് ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ. പിന്നെ നമ്മൾ പോകുന്നത് പോസ്റ്റ് ഫെർട്ടിലൈസേഷനാണ്. അപ്പോൾ ഡബിൾ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞിട്ട് ഉണ്ടാവുന്ന ബാക്കിയുള്ള ഒരു പ്ലാന്റിലുണ്ടാകുന്ന ചേഞ്ചസ്, അതാണ് അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷന് ശേഷം ഒരു ഫ്ലവറിലുണ്ടാകുന്ന ചേഞ്ചസ്, അതാണ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ നമ്മൾ നോക്കുന്നത്. അതായത് എൻഡോസ്പേം ഫോർമേഷൻ, എംബ്രിയോ ഫോർമേഷൻ, സീഡ് ഫോർമേഷൻ, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കുഞ്ഞു ടോപ്പിക്ക് റെപ്രോമിക്സിസ്, പോളിയംബ്രാണി എന്ന് പറയുന്ന രണ്ട് കുഞ്ഞു പോർഷൻസ്. അപ്പോൾ ആൻജിയോസ്പേംസിൻ്റെ ടിപ്പിക്കൽ ഫീച്ചർ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് അതിൻ്റെ ഫ്ലവേഴ്സാണ്. അപ്പം നമ്മൾ ആൻജിയോസ്പേംസിനെ തന്നെ ഫ്ലവർ ബിയറിങ് പ്ലാന്റ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഫ്ലവറിലെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള പാർട്ട്, ഇപ്പം ഒരു ആൻജിയോസ്പേം സ്പീഷീസ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലവറാണ്. അതിൻ്റെ കളറും അതിൻ്റെ സ്വീറ്റ് സ്മെല്ലുമാണ് നമ്മുടെ എയ്ഡ് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കതിൽ നമ്മൾ ഫ്ലവേഴ്സിൻ്റെ പാർട്സിനെ പറ്റി പറയാം. ഒരു ഫ്ലവറിൽ പെറ്റലുണ്ട്, സെപ്പലുണ്ട്, പിന്നെ മെയിൽ പാർട്ടായിട്ട് ആൻഡ്രീഷ്യോ, ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സ്ട്രക്ചറായിട്ട് ഗൈനീഷ്യാണ് ഉള്ളത്. അപ്പോൾ പെറ്റൽസും സെപ്പൽസും അതിന് നമ്മൾ എന്താ പറയുന്നത്, പെറ്റൽസിനെയും സെപ്പൽസിനെയും നമ്മൾ ആക്സസറി വേൾഡ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആൻഡ്രീഷ്യത്തിനെയും ഗൈനീഷ്യത്തിനെയും എസെൻഷ്യൽ വേൾഡ്സ് ഓഫ് എ ഫ്ലവർ എന്ന് പറയും. എന്തുകൊണ്ടായിരിക്കുന്നത് എസെൻഷ്യൽ വേൾഡ്സ് ഓഫ് ഫ്ലവർ എന്ന് പറയുന്നത്? ബിക്കോസ് ദേ ആർ ഇൻവോൾവ് ഇൻ സെക്ഷൽ റീപ്രൊഡക്ഷൻ. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ആൻഡ്രീഷ്യത്തിനെയും ഗൈനീഷ്യത്തിനെയും നമ്മൾ എസെൻഷ്യൽ വേൾഡ്സ് ഓഫ് എ ഫ്ലവർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ആൻഡ്രീഷ്യത്തിനെ കുറിച്ച് പറയാം. ആൻഡ്രീഷ്യത്തിൻ്റെ കൺസിസ്റ്റ് ഓഫ് സ്റ്റേമൻസ്. ആൻഡ്രീഷ്യം കൺസിസ്റ്റ് ചെയ്യുന്നത് സ്റ്റേമൻസ് ആണ്. ഓക്കെ, അപ്പം ഈ സ്റ്റേമൻസിൽ നമുക്കിപ്പോൾ 3 പാർട്സ് പറയാം. ഒന്ന് ആന്തർ, രണ്ടാമത് ഫിലമെൻറ്റ്. ഈ ആന്തറിനെയും ഫിലമെൻറ്റിനെ കണക്ട് ചെയ്യുന്ന ഒരു ചെറിയ പാർട്ട് ഇവിടെ ഉണ്ട്, അതിന് നമ്മൾ കണക്റ്റീവ് എന്ന് പറയും. എന്താണ് കണക്റ്റീവ്? ആന്തറിനെയും ഫിലമെൻറ്റിനെയും ജോയിൻ ചെയ്യുന്ന പാർട്ട് കണക്റ്റീവ് എന്ന് പറയും. അപ്പോൾ ഓക്കെ, നമുക്കിനി മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ അതായത് ആൻഡ്രീഷ്യത്തിനെ കുറിച്ച് പഠിക്കാം. ആൻഡ്രീഷ്യത്തിൽ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻഡ്രീഷ്യം എന്തുകൊണ്ടാണ് കൺസിസ്റ്റ് ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേമൻസ് കൊണ്ടാണ് ആൻഡ്രീഷ്യം കൺസിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതൊരു ടിപ്പിക്കൽ സ്റ്റേമൻ്റെ സ്ട്രക്ചറാണ്. ഈ സ്റ്റേമന് 3 പാർട്സ് ഉണ്ട്. 3 പാർട്സ് എന്ന് പറയുമ്പോൾ ഒന്ന് ആന്തർ, 2 ഫിലമെൻറ്റ്, പിന്നെ ആന്തറിനെയും ഫിലമെൻറ്റിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു കുഞ്ഞു പോർഷൻ ഉണ്ട്, അത് കണക്റ്റീവ്. ഓക്കെ, ഇനി
ഫിലമെൻറ്റിൻ്റെ ടെർമിനൽ എൻഡ് ആന്തറുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അതിൻ്റെ പ്രോക്സിമൽ എൻഡ് നമ്മുടെ ഫ്ലവറിൽ തലാമസ്, ഫസ്റ്റ് ഇയറിലെ മോർഫോളജി ഓഫ് ഫ്ലവറിങ് പ്ലാന്റ്സിൽ നമ്മൾ തലാമസിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. തലാമസിൻ്റെ ആ പാർട്ടുമായിട്ട് ഫിലമെൻറ്റിൻ്റെ പ്രോക്സിമൽ എൻഡ് കണക്റ്റഡ് ആയിരിക്കും. ഇനി ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം എന്തൊക്കെയാണ് പറയുന്നത്, ഒരു അഡ്മിനിസ്ട്രേഷൻ കൺസിസ്റ്റ് ഓഫ് സ്റ്റേമൻസ് ആണ്. സ്റ്റേമൻസിൻ്റെ പാർട്ട് ആന്തർ, കണക്റ്റീവ് ഫിലമെൻറ്റ്. ഫിലമെൻറ്റിൻ്റെ ടെർമിനൽ പാർട്ട് ആന്തറിലോട്ട് കണക്റ്റഡ് ആയിരിക്കും. ഫിലമെൻറ്റിൻ്റെ പ്രോക്സിമൽ പാർട്ട് തലാമസിലോട്ട് കണക്റ്റഡ് ആയിരിക്കും. ഇത് നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ആന്തറിൻ്റെ സ്ട്രക്ചറാണ് പഠിക്കാൻ പോകുന്നത്. നമ്മളിപ്പോൾ ആൻജിയോസ്പേമിൽ ഒരു ടിപ്പിക്കൽ ആൻജിയോസ്പേമിൻ്റെ ആന്തർ എന്ന് പറയുമ്പോഴത്തേനും ബൈലോബ്ഡ് ആയിരിക്കും. അതിന് 2 ലോബ്സ് കാണും. അപ്പോൾ ഒരു ടിപ്പിക്കൽ ആൻജിയോസ്പേമിൻ്റെ ആന്തർ എന്ന് പറയുമ്പോൾ അതിന് 2 ലോബ്സ് കാണും. അപ്പോൾ അതിന് ബൈലോബ്ഡ് എന്ന് പറയും. നമ്മളിങ്ങനെയല്ലേ വരച്ചത്. 2 ലോബ്ഡ് ഉണ്ട്, 2 തീക്കാസ് ഉണ്ട്. അപ്പോൾ അതിന് ആ 2 ലോബിലും 2 തീക്കാസ് ഉണ്ട്. അപ്പോൾ അതിന് ഡൈതീക്കാസ് എന്ന് പറയും. അപ്പോൾ ഒരു ടിപ്പിക്കൽ ആൻജിയോസ്പേംസിൽ ഒരു ആന്തറിൽ ബൈലോബ്ഡ് ആണ്, ഡൈതീക്കസ് ആണ്, പിന്നെ ടെട്രാസ്പൊറാഞ്ചിയേറ്റ് എന്ന് പറയും. ടെട്രാസ്പൊറാഞ്ചിയേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 സ്പൊറാഞ്ചിയൻസ് ഉണ്ട്. ഒരിക്കലറിയാം 2 ലോബാണ്, 2 തീക്കയാണ്. ഓരോ തീക്കയിലും 2 സ്പൊറാഞ്ചിയേറ്റ്സ് വെച്ച് 4 എണ്ണം. അപ്പം ടെട്രാസ്പൊറാഞ്ചിയേറ്റ്. അപ്പോൾ മനസ്സിലായല്ലോ, ഇതൊരു ആന്തറിൻ്റെ സെക്ഷനാണ്. ഇതൊരു മെച്ചൂർ ആന്തറിൻ്റെ സെക്ഷനാണ്. ഇതിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും 2 തീക്കേഴ്സ്, 2 ലോബ്സ്, 4 സ്പൊറാഞ്ചിയൻസ്. ഇത് ഓർക്കാനൊരു കൂടെ പറഞ്ഞുതരാം. ഒരു ആന്തർ, 2 ലോബ്, 2 തീക്ക, ഇതിൻ്റെ ഇരട്ടിക്ക് സ്പൊറാഞ്ചിയം. 1 × 2 4. മനസ്സിലായ? ഒരു ആന്തർ, 2 ലോബ്സ്, 2 തീക്ക ആൻഡ് 4 സ്പൊറാഞ്ചിയം. ഇത് ഓർത്താൽ മതി. ഇതൊന്ന് എക്സാമിന് ഇതുപോലെ ഒന്നും ആരും എഴുതിക്കരുത്. ഇനി നമുക്ക് ആന്തറിൻ്റെ ഒരു സെക്ഷൻ എടുത്താൽ, ഒരു ട്രാൻസ്വേഴ്സ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ആന്തറിനെ നമുക്ക് എങ്ങനെയായിരിക്കും കാണാൻ പറ്റുന്നതെന്നതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. നമ്മളൊരു മെച്യൂർ അല്ലാത്തൊരു ഇമ്മച്യൂർ ആന്തർ, ഒരു ഇമ്മച്യൂർ ആയിട്ടുള്ള ആന്തറിൻ്റെ സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അത് മുഴുവനും എങ്ങനെയായിരിക്കും, സെല്ലുലാർ ആയിരിക്കും. ഒരു ഇമ്മച്യൂർ ആന്തറിൻ്റെ സെക്ഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതെപ്പോഴും സെല്ലുലാർ, ഫുൾ സെൽസ് മാത്രമേ കാണത്തുള്ളൂ. നമുക്ക് സെക്ഷൻ എടുത്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും മുഴുവൻ സെൽസ് മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് എങ്ങനെ ഒരു മെച്യൂർ ആന്തർ ഫോം ചെയ്യുന്നു എന്നതിനെക്കുറിച്ച് നോക്കാം. ഒരു ഇമ്മച്യൂർ ആന്തറിൽ നിന്ന് എങ്ങനെ ഒരു മെച്യൂർ ആന്തർ ഫോം ചെയ്യുന്നു എന്നതിനെപ്പറ്റി നോക്കാം. അപ്പോൾ ഇത് ഫുള്ളും സെല്ലുലാർ ആണെന്ന് പറഞ്ഞു. ഇതൊരു മെച്യൂർ ആന്തറിൻ്റെ സെക്ഷനാണ്, ഇതൊരു ഇമ്മച്യൂർ ആന്തറിൻ്റെ സെക്ഷനല്ല. എങ്ങനെ ഒരു മെച്യൂർ ആണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു ഇമ്മച്യൂർ ഞാൻ പറഞ്ഞു മുഴുവൻ സെല്ലുലാർ ആണെന്ന്. അപ്പോൾ ഈ സെൽസിന് മുഴുവൻ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതിനകത്ത് നിന്ന് ഒരു സെല്ല് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് വരും. അതിനെ നമ്മൾ ആർക്കസ്പോറിയൽ സെൽ എന്ന് പറയും. അപ്പം സെല്ലുലാർ ആയിട്ടിരിക്കുന്ന ആന്തറിൽ നിന്ന് ഒരു സെല്ല് മാത്രം ഡിഫറൻഷ്യേറ്റ് ചെയ്ത് വരുന്നതിന് നമ്മൾ ആർക്കസ്പോറിയൽ സെൽ എന്ന് പറയും. ഈ ആർക്കസ്പോറിയൽ സെൽസ് എന്തോന്നിന് ഇൻ്റർഗോസ് മൈറ്റോട്ടിക് ഡിവിഷൻ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. മൈറ്റോസിസ് ആൻഡ് മിയോസിസ്. മൈറ്റോസിസിൽ ഒരു സെല്ല് മൈറ്റോസിസ് അണ്ടർഗോ ചെയ്യുകയാണെങ്കിൽ 2 സെല്ലായിട്ട് മാറും. അപ്പോൾ അതുപോലെ തന്നെ ആർക്കസ്പോറിയൽ സെല്ല് ഇവിടെ മൈറ്റോട്ടിക് ഡിവിഷൻ സംഭവിക്കുമ്പോൾ 2 സെല്ലായിട്ട് മാറും. ഒന്ന് പ്രൈമറി പാരീറ്റൽ സെല്ലും 2 പ്രൈമറി സ്പോറോജിനസ് സെല്ലും. ഇത്ര മനസ്സിലായല്ലോ. ഒരു ഇമ്മച്യൂർ ആന്തർ അതെപ്പോഴും സെല്ലുലാർ ആയിരിക്കും, മനുഷ്യൻ മെച്യൂർഡ് ആയിട്ടില്ല. അപ്പോൾ ആ സെൽസ് ചെയ്യുന്നത്, അപ്പോൾ ഒരുപാട് സെൽസ് ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സെൽസ് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് മീൻസ് ഏതെങ്കിലുമൊക്കെ സെൽസ് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് മൈറ്റോട്ടിക് ഡിവിഷൻ സംഭവിച്ച് 2 സെൽസ് ഫോം ചെയ്യും.
പ്രൈമറി പരീറ്റൽ സെൽസ്, പ്രൈമറി സ്പൊറോജീനസ് സെൽസ്. ഇനി ഈ പ്രൈമറി പരീറ്റൽ സെൽസ് എന്തായിട്ട് മാറുമെന്ന് അറിയാമോ? പ്രൈമറി പരീറ്റൽ സെൽസ് സെൽ വാൾസ് ആയിട്ട് മാറും. 4 സെൽ വാൾ ലെയർ ഇവിടെ ഉണ്ട്. അതൊക്കെയാണ് എപ്പിഡെർമിസ്, എൻഡോത്തീഷ്യം, മിഡിൽ ലെയർ ആൻഡ് ടപ്പീറ്റം. 4 ലെയേഴ്സായിട്ട് മാറും. പ്രൈമറി പരീറ്റൽ സെൽസ് 4 ലെയേഴ്സായിട്ട് മാറും. അപ്പോൾ പ്രൈമറി സ്പോറോജീനസ് സെൽസ് എന്തായിട്ട് മാറും എന്നറിയാമോ? അത് മൈക്രോസ്പൊറാഞ്ചായിട്ട് മാറും. അത് നമ്മൾ കുറച്ച് പ്രോസസ്സൊക്കെ ഉണ്ട്. അപ്പോൾ പ്രൈമറി പരീറ്റൽ സെൽസ് 4 വാൾ ലെയർ ആയിട്ട് മാറും. പ്രൈമറി സ്പോറോജീനസ് സെൽസ് മൈക്രോസ്പൊറാഞ്ച്, അല്ലെങ്കിൽ അത് എന്തായിട്ട് മാറും ഞാൻ പറഞ്ഞുതരാം. അപ്പം ഈ അടുത്ത് എപ്പിഡെർമിസ്, എൻഡോത്തീഷ്യം, മിഡിൽ ലെയർ, ഇത് 3ഉം ഇതാണ്. ഔട്ടർ ലെയർ ആയിട്ടുള്ള എപ്പിഡെർമിസ്, ഇത് എൻഡോത്തീഷ്യം, ഇത് മിഡിൽ ലെയർ, ഇത് നമ്മുടെ ടപ്പീറ്റം. അപ്പോൾ പ്രൈമറി പരീറ്റൽ സെൽസ് 4 ലെയറായിട്ട് മാറുന്നുണ്ട്. എപ്പിഡെർമിസ്, എൻഡോത്തീഷ്യം, മിഡിൽ ലെയർ ആൻഡ് ടപ്പീറ്റം. അപ്പോൾ എപ്പിഡെർമിസ് ആയിട്ടുള്ളത് ഔട്ടർ ലെയർ ആണ്, എൻഡോത്തീഷ്യം ഇന്നർ ലെയർ, അതിൻ്റെ ഇന്നർ മിഡിലായിട്ടുള്ളത് മിഡിൽ ലെയർ, ഉള്ളിലോട്ടുള്ളത് മിഡിൽ ലെയർ. അപ്പം ഇത് 3ഉം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പോളൻ ഗ്രെയിൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും, പിന്നെ അത് മെച്ചൂറായി കഴിയുമ്പോഴത്തേനും ആ പോളൻ ഗ്രെയിൻസിൻ്റെ ആന്തർ ഡിസൈൻ ചെയ്ത് പോളൻ ഗ്രെയിൻസ് റിലീസ് ചെയ്യും. ഇനി ടപ്പീറ്റം എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്യുന്ന പോളൻ ഗ്രെയിൻസ് അല്ലെങ്കിൽ മൈക്രോസ്പോർസ് എന്ന് പറയും. പോളൻ ഗ്രെയിൻസിൻ്റെ വേറെ പേര് മൈക്രോസ്പോർസ്. അതിന് എന്താണ്, നറിഷ്മെൻറ്റിനാണ് ടപ്പീറ്റം ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ടപ്പീറ്റം എന്തിനാണ് സഹായിക്കുന്നത്? നറിഷ്മെൻറ്റിനാണ്, നറിഷ്മെൻറ്റ് ടു മൈക്രോസ്പോർസ്. ഓക്കെ, അപ്പം ഇതാണ് ആന്തറിൻ്റെ വാൾ ലെയേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പ്രൈമറി സ്പോറോജീനസ് സെല്ലിലോട്ട് പോവുകയാണെങ്കിൽ ഈ പ്രൈമറി സ്പോറോജീനസ് സെൽസ് ആണ് ഈ മൈക്രോസ്പൊറാഞ്ചായിട്ട് കണ്ടോ. ഇതാണ് മൈക്രോസ്പൊറാഞ്ച്. ഇനി ഈ മൈക്രോസ്പൊറാഞ്ചിയത്തിനകത്ത് നിറയെ സെൽസ് ആണ്. നമ്മളൊരു പ്രോസസ്സാണ് പറയാൻ പോകുന്നത്. പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു പ്രോസസ്സാണ്. ഇറ്റ് ഈസ് കോൾഡ് മൈക്രോസ്പൊറോജെനിസിസ്. നമ്മളുടെ മൈക്രോസ്പൊറാഞ്ചിയം പറഞ്ഞില്ല, ഈ മൈക്രോസ്പൊറാഞ്ചിയത്തിൽ നിറയെ സെൽസാണ്. അത് നമ്മൾ സ്പൊറോജീനസ് സെൽസ് അല്ലെങ്കിൽ മൈക്രോസ്പോർ മദർ സെൽസ് എന്ന് പറയും. അതിനകത്തുള്ള സെൽസിൻ്റെ പേരാണ് മൈക്രോസ്പോർ മദർ സെൽസ്. ഈ മൈക്രോസ്പോർ മദർ സെൽസ് റിഡക്ഷൻ ഡിവിഷൻ അല്ലെങ്കിൽ മിയോട്ടിക് ഡിവിഷൻ, നമുക്കറിയാം എപ്പോഴും ഗ്യാമീറ്റ്സ് ഫോം ചെയ്യുന്നത് മിയോസിസ് വഴിയാണ്. നോർമൽ സെൽസ് ഡിവൈഡ് ചെയ്യുന്നത് മൈറ്റോട്ടിക് ഡിവിഷൻ വഴിയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഗ്യാമീറ്റ്സ്, അതായത് മൈക്രോസ്പോർസ് അല്ലെങ്കിൽ പോളൻ ഗ്രെയിൻസ് ഫോം ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ മൈക്രോസ്പോർ മദർ സെൽസ്, അതായത് നമ്മുടെ സ്പോറോജീനസ് ടിഷ്യൂസിനകത്തുള്ള സെൽസ്, മൈക്രോസ്പൊറാഞ്ചിയത്തിനകത്തുള്ള സെൽസ് ആയിട്ടുള്ള സ്പോറോജീനസ് സെൽസ് റിഡക്ഷൻ ഡിവിഷൻ നടത്തി കഴിഞ്ഞാൽ, ഒരു സെൽസ് ഡിവിഷൻ നടത്തി കഴിഞ്ഞാൽ എത്ര സെൽസ് ഫോം ചെയ്യും? 4 സെൽസ് ഫോം ചെയ്യും. അപ്പോൾ 4 മൈക്രോസ്പോർസ് ഫോം ചെയ്യും. 4 മൈക്രോസ്പോർസ് ഫോം ചെയ്തല്ലോ. ഈ മൈക്രോസ്പോർസ് ആദ്യം ചേർന്ന് മൈക്രോസ്പോർ ടെട്രാഡ് എന്ന ഫോമിലിരിക്കും. 4 ചേർന്ന് ഇരിക്കത്തുള്ളൂ. അപ്പോൾ അതിനെ വരുന്നത് മൈക്രോസ്പോർ ടെട്രാഡ്. ലേറ്റർ പിന്നെ അത് മെച്ചൂറായി കഴിയുമ്പോഴത്തേന് നമ്മുടെ ആന്തർ മെച്ചൂറായി കഴിയുമ്പോഴത്തേന് ഇതിനെല്ലാം സെപ്പറേറ്റ് ചെയ്തിട്ട് പോളൻ ഗ്രെയിൻസ് ആയിട്ട് റിലീസാവും. ഓക്കെ, അപ്പോൾ മൈക്രോസ്പോറോജെനിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൈക്രോസ്പൊറാഞ്ചിയത്തിനകത്തുള്ള സ്പോറോജീനസ് സെൽസ്, പിന്നെ നമ്മൾ മൈക്രോസ്പോർ മദർ സെൽസ് എന്ന് പറയും. മൈക്രോസ്പോർ മദർ സെൽസ് എന്താ ചെയ്യുന്നത്? റിഡക്ഷൻ ഡിവിഷൻ വഴി 4 മൈക്രോസ്പോർസ് ഫോം ചെയ്യും. ആദ്യം ഇനിഷ്യലി അതെല്ലാം കൂടി ചേർന്ന് മൈക്രോസ്പോർ ടെട്രാഡായിട്ടിരിക്കും. പിന്നെ അത് മെച്ചുറായിട്ട് അതിനെ റിലീസ് ചെയ്യും. അതാണ് പോളൻ ഗ്രെയിൻസ് ആയിട്ട് മെച്ചുറാകുമ്പോൾ റിലീസ് ചെയ്യും. ഓക്കെ, അപ്പം ഞാൻ ഇത്രയും നേരം പറഞ്ഞതിന് ഒന്ന് കൺസിഡർ ചെയ്ത് ഞാൻ പറയുവാണേ. ഒരു ഇമ്മച്വർ ആന്തർ അത് ആദ്യം സെല്ലുലാർ നേച്ചറായിരിക്കും. അത്
അതിൻ്റെ സെൽസ് അതിൽ ഒരു കോർണറിലുള്ള സെൽസ് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ആർക്കസ്പൂറിയൽ സെൽസ് ആയിട്ട് മാറും. ആർക്കസ്പൂറിയൽ സെൽസ് മൈറ്റോട്ടിക് ഡിവിഷൻ വഴി പ്രൈമറി പരീറ്റൽ സെൽസും പ്രൈമറി സ്പോറോജീനസ് സെല്ലുമായിട്ട് മാറും. പ്രൈമറി പരീറ്റൽ സെൽസ് എന്തായിട്ട് മാറും എന്ന് പറഞ്ഞത് എപ്പിഡെർമിസ്, എൻഡോതീലിയം, മിഡിൽ ലെയർ, ടെപ്പിറ്റ്, അങ്ങനെ 4 ലെയേഴ്സ് ആയിട്ട് മാറും. അതിൻ്റെ ആദ്യത്തെ 3 ലെയേഴ്സ് പ്രൊട്ടക്ഷനും പിന്നെ ഡെസെൻസ് ഓഫ് ആന്തറുമാണ് ഫംഗ്ഷൻ. ഇന്നർ ലെയർ ടെപ്പിറ്റും നറിഷ്മെൻറ്റ് ഓഫ് ദി മൈക്രോസ്പോറാണ് അതിൻ്റെ ഫംഗ്ഷൻ. ഇനി പ്രൈമറി സ്പോറോജീനസ് സെല്ല് അതിൻ്റെ നമ്മൾ മൈക്രോസ്പൊറാഞ്ചിയായിട്ട് മാറും. മൈക്രോസ്പൊറാഞ്ചിയത്തിൻ്റെ ഫോം ചെയ്തിരിക്കുന്നത് സ്പോറോജീനസ് സെൽസ് കൊണ്ടാണ്. ഈ സ്പോറോജീനസ് സെൽസ് അല്ലെങ്കിൽ മൈക്രോസ്പോർ മദർ സെൽ അത് റിഡക്ഷൻ ഡിവിഷൻ അതായത് മിയോസിസ് നടന്ന് 4 മൈക്രോസ്പോർ ഫോം ചെയ്യും. ഇനീഷ്യലി അതൊരു മൈക്രോസ്പോർ ടെട്രാഡായിട്ട് നിൽക്കും. മെച്ചുവറായി കഴിയുമ്പോഴത്തേനും അത് വീണ്ടും എന്തായിട്ട് മാറും? പോളൻ ഗ്രെയിൻ അല്ലെങ്കിൽ മൈക്രോസ്പോർ ആയിട്ട് മാറും. ഓൺ ഡെഹിസൻസ് അല്ലെങ്കിൽ ഓൺഗോയിങ് പ്രോസസ്സിൽ ആന്തർ മെച്ചുവറായി കഴിയുമ്പോഴത്തേനും എങ്ങനെയാണ് ഈ 3 വാൾ ലെയേഴ്സ് ബ്രേക്ക് ചെയ്ത് നമ്മുടെ പോളൻ ഗ്രെയിൻ അല്ലെങ്കിൽ മൈക്രോസ്പോർസ് റിലീസാവും. ഇതാണ് ആൻഡ്രീഷ്യം അല്ലെങ്കിൽ മെയിൻ റിപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിലെ ഫംഗ്ഷനും അതിൽ നടക്കുന്ന പ്രോസസ്സ്. ഇത്രയാണ് അവിടെയുള്ള. ഓക്കെ, നെക്സ്റ്റ് വി മൂവ് ടു ദി സ്ട്രക്ചർ ഓഫ് പോളൻ ഗ്രെയിൻ. സ്ട്രക്ചർ ഓഫ് പോളൻ ഗ്രെയിൻ എന്ന് പറയുമ്പോഴത്തേനും പോളൻ ഗ്രെയിൻ എന്ന് പറയുന്നത് ഒരു സ്പെറിക്കൽ സ്ട്രക്ചറാണ്. അപ്പോൾ ഇതൊക്കെയാണ് പോളൻ ഗ്രെയിൻ എന്ന് പറയുമ്പോഴത്തൊരു സ്പെറിക്കൽ സ്ട്രക്ചറാണ്. അതിന് 25 to 50 മൈക്രോമീറ്റർ ഡയമീറ്റർ ഉണ്ട്. ഓക്കെ, അത് അത്രത്തോളം സ്മോളാണ് ഒരു പോളൻ ഗ്രെയിൻ എന്ന് നമുക്ക് മനസ്സിലാവും. ഇനി പോളൻ ഗ്രെയിനിന് 2 വാൾ ലെയേഴ്സ് ഉണ്ട്. ഓക്കെ, 2 വാൾ ലെയേഴ്സ് ഉണ്ട്. അതിന് ഒന്ന് ഔട്ടറായിട്ടുള്ള എക്സൈനും ഇന്നറായിട്ടുള്ള ഇൻറ്റൈനും. ഓക്കെ, ഇത്ര മനസ്സിലായി. അപ്പോൾ പോളൻ ഗ്രെയിൻ എന്ന് പറയുമ്പോഴത്തേന് ഒരു സ്പെറിക്കൽ സ്ട്രക്ചറാണ്. അതിന് 25 to 50 മൈക്രോമീറ്റർ ഡയമീറ്റർ ഉണ്ട്. പിന്നെ അതിൻ്റെ വാൾ ലെയേഴ്സ് വരുമ്പോൾ ഔട്ടറായിട്ടുള്ള ഒരു എക്സൈന് ഇന്നറായിട്ടുള്ളൊരു ഇൻറ്റൈന്. എക്സൈൻ എന്ന് പറഞ്ഞ വാൾ ലെയർ മേഡ് ചെയ്തിരിക്കുന്നത് സ്പോറോപൊളിനിൻ എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് കൊണ്ടാണ്. ഈ സ്പോറോപൊളിനിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഹൈ ടെമ്പറേച്ചറും ഹൈ ടെമ്പറേച്ചറും പിന്നെ നമ്മുടെ എൻസൈംസിൻ്റെ ആക്ഷൻസിൽ നിന്നും ആസിഡ്സിൻ്റെ ആക്ഷൻസിൽ നിന്നും നമ്മുടെ പോളൻ ഗ്രെയിനിനെ ഹെൽപ്പ് ചെയ്യാൻ കഴിയുന്ന ഒരു എന്താണ് സബ്സ്റ്റൻസാണ് സ്പോറോപൊളിനിൻ എന്ന് പറയുന്നത്. അതെവിടെയാണ്? എക്സൈനിലാണ് സ്പോറോപൊളിനിൻ ഉള്ളത്. ഇനി പാർട്ട് ഓഫ് ദ എക്സൈൻ വേർ സ്പോറോപൊളിനിൻ ഈസ് ആബ്സെൻറ്റ് ഈസ് കാൾഡ് ജേം പോർ. അതിന് നമ്മൾ ജേം പോർ എന്ന് പറയും. ഇപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ലെയർ ആണല്ലോ. ഇവിടെ ചില സ്ഥലങ്ങളിൽ എക്സൈൻ്റെ ചില സ്ഥലങ്ങളിൽ സ്പോറോപൊളിനിൻ ആബ്സെൻസ് ആണ്. ആ ആബ്സെൻ്റ് ആയിട്ടുള്ള സ്ഥലത്തിന് നമ്മൾ ജേം പോർ എന്ന് പറയും. ഈ ജേം പോറിനൊരു ഫംഗ്ഷൻ ഉണ്ട്, നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാവും. ഇനി നമ്മൾ ഇന്നർ ലെയറിനെ കുറിച്ച് പറയുകയാണ്. ഇന്നർ ലെയർ എന്ന് പറയുമ്പോൾ ഇൻറ്റൈൻ എന്തുകൊണ്ടാണ് ഇവിടെ ഉണ്ടാക്കിയെന്ന് പറയാം. ഇൻറ്റൈൻ എന്ന് പറയുന്നത് സെല്ലുലോസും പെക്റ്റിനും കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഔട്ടർ ലെയർ എക്സൈൻ ഉണ്ടാക്കിയിരിക്കുന്നത് സ്പോറോപൊളിനിൻ എന്ന് പറയുന്നൊരു ഹൈ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് കൊണ്ട്. ഇന്നർ ലെയർ എന്ന് പറയുന്ന ഇൻറ്റൈൻ ഇതിൽ ഉണ്ടാക്കിയിരിക്കുന്നത് സെല്ലുലോസ് പെക്റ്റിൻ എന്ന് പറയുന്ന 2 സബ്സ്റ്റൻസിൻ്റെ കൊണ്ടാണ്. ഇനി ഇതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 2 സെൽസ് കാണാം. ഒരു ലാർജ് ആയിട്ടുള്ളൊരു വെജിറ്റേറ്റീവ് സെല്ലും ഒരു സ്മോൾ ആയിട്ടുള്ളൊരു ജനറേറ്റീവ് സെല്ലും. ഈ ലാർജ് വെജിറ്റേറ്റീവ് സെല്ലിനകത്ത് ന്യൂക്ലിയസ് ഉണ്ട്, സ്മോളിനകത്തും ന്യൂക്ലിയസ് ഉണ്ട്. ഈ ലാർജ് വെജിറ്റേറ്റീവ് സെല്ലിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നറിഷ്മെൻ്റ് ആണ്. നറിഷ്മെൻ്റ് എന്ന് പറയുമ്പോൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഓർഗന് ഇത് എന്താണ് നറിഷ്മെൻറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് വെജിറ്റേറ്റീവ് സെല്ലിൻ്റെ ഫംഗ്ഷൻ. ജനറേറ്റീവ് സെൽസിൻ്റെ ഫംഗ്ഷൻ ഞാൻ പറയാൻ മുന്നേ വെജിറ്റേറ്റീവ് സെൽസിൻ്റെ ന്യൂക്ലിയസ് പറഞ്ഞാൽ ഇറഗുലർ ആയിട്ടുള്ള ന്യൂക്ലിയസ് ആണ്. ഈ വെജിറ്റേറ്റീവ് സെൽസിൻ്റെ സൈറ്റോപ്ലാസത്തിനകത്താണ് ജനറേറ്റീവ് സെല്ല് കിടക്കുന്നത്. പിന്നെ ഇനി പോകുമ്പോഴത്തേനും ഒരു 60% ഓഫ് ദി ആൻജിയോസ്പേംസിൽ ഈ പോളൻ ഗ്രെയിൻസ് ഒരു 2 സെൽഡ് സ്റ്റേജായിട്ടാണ് ഡെഹിസെൻഡ് ചെയ്യുന്നത്. അപ്പോൾ 50% ഓഫ് ആൻജിയോസ്പേമിൽ 2 സെൽ, അങ്ങനെ ഈ 2 സെല്ലാണല്ലോ. ഈ 2 സെല്ല് സ്റ്റേജിൽ തന്നെ പോളൻ ഗ്രെയിൻസ് അതിൽ നിന്ന് ഡെഹിസെൻസ് ആയിട്ട് പുറത്ത് പോകാറുണ്ട്. ഇനി ബാക്കിയുള്ള 40%-ിലപ്പോൾ എങ്ങനെയായിരിക്കും? ഒരു 3 സെൽഡ് സ്റ്റേജിലാണ്. ഈ 3 സെൽഡ് സ്റ്റേജ് ആകുമ്പോൾ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
പോളൻ ഗ്രെയിൻസ് ദഹിച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ ജനറേറ്റീവ് സെൽസ് മൈറ്റോസിസ് ഡിവിഷനിലോട്ട് എൻ്റർ ആവും. ജനറേറ്റീവ് സെല്ല് അറ്റ് ദ ടൈം ഓഫ് ഡെഹിസൻസിൻ്റെ ടൈമിൽ തന്നെ എന്താവും മൈറ്റോട്ടിക്കായിട്ട് ഡിവിഷൻ സംഭവിച്ച് 2 സെല്ലായിട്ട് അല്ലെങ്കിൽ 2 മെയിൽ ഗാമീറ്റായിട്ട് അങ്ങ് മാറും. മനസ്സിലായല്ലോ. അപ്പോൾ ലാർജ് വെജിറ്റേറ്റീവ് സെൽ എന്ന് പറയുന്നത് നറിഷ്മെൻ്റ് ആണ് അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതിലുള്ളത് റെഗുലറായിട്ട് ന്യൂക്ലിയസ് ആണ്. അതിൻ്റെ സൈറ്റോപ്ലാസം തന്നെയാണ് ജനറേറ്റീവ് സെല്ലും കിടക്കുന്നത്. ജനറേറ്റീവ് സെൽ ഒരു സ്പിൻഡിൽ ഷേപ്ഡ് സെൽസ് ആണ്. അതിലൊരു ന്യൂക്ലിയസ് ഉണ്ട്, അതിലൊരു സൈറ്റോപ്ലാസം ഉണ്ട്. ഇനി ഇതിൻ്റെ ജനറേറ്റീവ് സെല്ലിൻ്റെ ഫംഗ്ഷനാണ് പറഞ്ഞത്. ഒരു 60% ഓഫ് ആൻജിയോസ്പേംസിൽ 2 സെൽഡായിട്ടാണ് നമ്മുടെ പോളൻ ഗ്രെയിൻ പുറത്തോട്ട് പോകുന്നത്. പക്ഷേ ഒരു 40%നും 3 സെൽഡ് സ്റ്റേജാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് ഞാൻ പറഞ്ഞത്. 2 സെൽഡ് എന്ന് പറയുമ്പോൾ ഇതുപോലെ തന്നെ അങ്ങോട്ട് ഡെഹിസൻസായിട്ട് പോകുന്നു. ഈ 3 സെൽഡ് സ്റ്റേജ് എന്ന് പറയുമ്പോഴത്തേക്ക് ജനറേറ്റീവ് സെൽസ് വീണ്ടും മൈറ്റോസിസ് ഡിവിഷൻ ചെയ്ത് ഡെഹിസൻസ് ആവുന്ന ടൈം തന്നെ വീണ്ടും ഇത് എന്താവുന്നു, മൈറ്റോസിസ് സംഭവിച്ച് 2 സെൽസായിട്ട് പോകുന്നു. ഇനി നമ്മൾ പോകുന്നത് ഒരു 4 കുഞ്ഞ് ടോപ്പിക്സിലോട്ടാണ്. ഈ പോളൻ ഗ്രെയിനിൻ്റെ അസിസ്റ്റ് ചെയ്തിട്ടുള്ള അതിൻ്റെ താഴെയുള്ള കുഞ്ഞ് ടോപ്പിക്കാണ്. ഒന്നാമത്തെ പോൾ അലർജി. പോൾ അലർജി എന്ന് പറയുമ്പോഴത്തേന് ഇപ്പം നമ്മൾ പോളൻ ഗ്രെയിൻ ഒരു ഡയറക്റ്റായിട്ട് എക്സ്പോസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരു ക്രോണിക് റെസ്പിറേറ്ററി ഡിസീസസ് ആയിട്ടുള്ള ആസ്മ അല്ലെങ്കിൽ ആസ്മയോ അല്ലെങ്കിൽ ബ്രോങ്കിയൽ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. ഡയറക്റ്റായിട്ട് ഇപ്പോൾ പോളൻ നമ്മുടെ മുഖത്തോട്ടായിരിക്കുമ്പോൾ ചിലർക്ക് ഉണ്ടാകുന്ന ഒരു കണ്ടീഷന് പോളൻ അലർജി, അല്ലെങ്കിൽ നമ്മൾ ഹേ ഫീവർ എന്നൊക്കെ പറയാറുണ്ട്. ഹേ ഫീവർ കൂടുതലായിട്ട് ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർത്തീനിയം ഓർ ക്യാരറ്റ് ഗ്രാസ് അതിൻ്റെ പോളൻ ഗ്രെയിനുമായിട്ട് എക്സ്പോസ് ആകുമ്പോഴാണ് കൂടുതലും ഇങ്ങനെയുള്ള റെസ്പിറേറ്ററി പ്രോബ്ലംസ് നമ്മൾ കാണുന്നത്. ഇനി അടുത്ത് നെക്സ്റ്റ് പോളൻ വയബിലിറ്റി. അപ്പോൾ പോളൻ റിലീസായി കഴിഞ്ഞു, പുറത്ത് വന്നു കഴിഞ്ഞു. അപ്പോൾ എത്ര നാൾ അത് വയബിളായിട്ട് ഇരിക്കും അല്ലെങ്കിൽ ചിക്കയുടെ കൂടാതെ ഇരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഓരോ പ്ലാന്റ്സിനും വേരി ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ഇൻ ദ കേസ് ഓഫ് റൈസ്, വീറ്റ് ഇങ്ങനെയുള്ള ചെടികൾക്ക് 30 മിനിറ്റ്സ് മാത്രമേ അതിൻ്റെ പോളൻ വയബിലിറ്റി ഉണ്ടാവാറുള്ളൂ. അപ്പോൾ അതിനുള്ളിൽ സ്റ്റിഗ്മയിൽ വന്ന് ഫെർട്ടിലൈസേഷൻ നടന്ന് ഇട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ എന്താകത്തുള്ളൂ, ഒരു സീഡ് ഫോം ചെയ്തുള്ളൂ. ഇല്ലെങ്കിൽ ആ പോളൻ ഗ്രെയിൻ അങ്ങ് നശിച്ചു പോകും. ഇനി ചില പ്ലാന്റ്സ് ആയിട്ടുള്ള റോസേസി ഫാമിലി, റോസേസി ആകുമ്പോൾ റോസാപ്പൂവിൻ്റെ ഫാമിലി ലെഗുമിനേസി നിങ്ങൾ ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ പീയുടെ ഫാമിലിയാണ്. സൊളനേസി നമ്മുടെ ചില്ലിയുടെ ഫാമിലി, ബ്രിഞ്ചാൾ ഫാമിലി, അതിൻ്റെ ഫാമിലിയാണ് സൊളനേസി. ഇതിലൊക്കെ ഒരു മന്ത് വരെയൊക്കെ ഉണ്ടാവാറുണ്ട് പോളൻ വയബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ റൈസിനെങ്കിലും കുറച്ച് ടൈമേ ഉള്ളൂ, ഒരു 30 മിനിറ്റ്സ് ഒക്കെ. റോസേസി, ലെഗുമിനേസി, സോളനേസി ഫാമിലിയുടെ പ്ലാന്റ്സിനൊക്കെ 1 മന്ത് വരെ പോളൻ വയബിളായിട്ട് ഇരിക്കാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് യൂസസ് ഓഫ് പോളൻ ആണ്. പോളനെ നമുക്ക് എങ്ങനെ യൂസസ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളൻ ഗ്രെയിനെ നമുക്ക് സിറപ്സ് ആയിട്ട് അല്ലെങ്കിൽ ടാബ്ലറ്റ്സ് ആയിട്ട്, ടാബ്ലറ്റിൻ്റെ ഫോമിലോ അല്ലെങ്കിൽ സിറപ്സിൻ്റെ ഫോമിലോ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതൊരു ഗുഡ് ന്യൂട്രിയൻ സപ്ലിമെൻ്റ് ആണ്. എന്തിനൊക്കെ യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ലറ്റ്സിൻ്റെ പെർഫോമൻസ് കൂട്ടാനായിട്ടും പിന്നെ റേസിംഗ് ഹോഴ്സിൻ്റെ പെർഫോമൻസ് കൂട്ടാനായിട്ടൊക്കെ ആയിട്ടാണ് നമ്മൾ കൂടുതൽ പോളൻ ഗ്രെയിൻസ് ഫുഡ് സപ്ലിമെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ക്രയോ പ്രിസർവേഷൻ. ക്രയോ പ്രിസർവേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്നൊരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷന് വേണ്ടിയിട്ട് നമ്മൾ സ്പേമൊക്കെ സൂക്ഷിച്ച് വെക്കുന്ന കണക്ക് -196 ഡിഗ്രി സെൽഷ്യസിൽ ലിക്വിഡ് നൈട്രജനിൽ നമ്മൾ സൂക്ഷിച്ച് വയ്ക്കും, പോളൻ ഗ്രെയിൻസിൽ സൂക്ഷിച്ച് വയ്ക്കാറുണ്ട്. ഫ്യൂച്ചർ പർപ്പസിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട്, പിന്നെ സ്റ്റഡീസിനൊക്കെ വേണ്ടിയിട്ടായാലും ഒക്കെ നമ്മൾ ക്രയോ പ്രിസർവേഷൻ എന്നുള്ള മെത്തേഡിൽ പോളൻ ഗ്രെയിൻസിനെ -196 ഡിഗ്രി സെൽഷ്യസ് ലിക്വിഡ് നൈട്രജനിൽ സൂക്ഷിച്ച് വയ്ക്കുന്ന പ്രോസസ്സാണ് ക്രയോ പ്രിസർവേഷൻ. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പം നമ്മൾ മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറായ ആൻഡ്രീഷ്യം കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറായ ഗൈനീഷ്യത്തിനെ പറ്റിയാണ്. ഗൈനീഷ്യം കൺസിസ്റ്റ് ഓഫ് കാർപ്പൽസ്. ഗൈനീഷ്യത്തിൻ്റെ ഇൻഡിവിജ്വൽ യൂണിറ്റ്സിന് നമ്മൾ കാർപ്പൽസ് എന്നോ അല്ലെങ്കിൽ പിസ്റ്റിൽസ് എന്നോ പറയും. ഇനി ചില ഫ്ലവേഴ്സിൽ ഒരു കാർപ്പൽസേ കാണത്തുള്ളൂ. ഇപ്പോൾ ഒരു കാർപ്പൽസ് ഉള്ളെങ്കിൽ അതിന് നമ്മൾ മോണോ കാർപ്പലറി എന്ന് പറയും. ഇതാണ് മോണോ കാർപ്പലറി.
1, 2 or more, രണ്ടിൽ കൂടുതലുണ്ടെങ്കിൽ നമ്മളതിനെ മൾട്ടി കാർപ്പല്ലറി എന്ന് പറയും. അപ്പോൾ എന്താണ്, ഗൈനീഷ്യം കൺസിസ്റ്റ് ഓഫ് ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് കാർപ്പൽസ്. കാർപ്പൽസ് ഒന്നേ ഉള്ളെങ്കിൽ നമ്മൾ മോണോകാർപ്പല്ലറി എന്ന് പറയും. രണ്ടും അതിൽ കൂടുതലുണ്ടെങ്കിൽ മൾട്ടി കാർപ്പല്ലറി എന്ന് പറയും. ഇനി മൾട്ടി കാർപ്പല്ലറിയുടെ കേസിൽ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഈ കാർപ്പൽസ് ഫ്രീ ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ, ഫ്യൂസ്ഡ് അല്ലാതെ ഫ്രീ ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മളതിന് അപ്പോ കാർപ്പസ് എന്ന് പറയും. അല്ല, ഇപ്പോൾ ഫ്യൂസ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ സിൻ കാർപ്പസ് എന്ന് പറയും. ഫ്രീ ആയിട്ട് ഇരിക്കുന്നതാണെങ്കിൽ അപ്പോ കാർപ്പസ് എന്ന് പറയും. കാർപ്പൽസ് ഫ്യൂസ്ഡ് ആയിട്ടാണെങ്കിൽ അതിനെ സിൻ കാർപ്പസ് എന്ന് പറയും. ഈ എസ് വെച്ച് ഓർത്താൽ മതി. ഫ്യൂസ്ഡ് ആണെങ്കിൽ സിൻ കാർപ്പസ്. ഓക്കെ, ഇനി അപ്പോ കാർപ്പസിന് നമുക്കൊരു എക്സാമ്പിൾ പറയാലോ. മൈക്കീലിയ ചെമ്പക എന്ന് പറയും, ചെമ്പകപ്പൂവാണ്. അപ്പം മൈക്കീലിയ അപ്പോ കാർപ്പസ് ആണ്. മൈക്കീലിയയുടെ ഫ്ലവറിൽ കാർപ്പൽസ് എല്ലാം ഫ്രീ ആയിട്ടാണ്. അത് ഒന്നിൽ കൂടുതൽ കാർപ്പൽസ് ഉണ്ട്, അതെല്ലാം ഫ്രീ ആയിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ നമ്മൾ അപ്പോ കാർപ്പസ് എന്ന് പറയുന്നത്. സിൻ കാർപ്പസിൻ്റെ എക്സാമ്പിൾ പെപ്പാവർ. അപ്പം ഫ്യൂസ്ഡ് ആയിട്ടുള്ള കാർപ്പൽസ് ഉള്ള ഇതിനെ നമ്മൾ എന്താ പറയും, സിൻ കാർപ്പസ് എന്ന് പറയും. അതിൻ്റെ എക്സാമ്പിൾ പെപ്പാവർ. ഓക്കെ, അപ്പം ഇത്രയും മനസ്സിലായെന്ന് പറയാൻ വിചാരിക്കുന്നു. ഇനി നമുക്കിതിൻ്റെ പാർട്സിലോട്ട് പോകാം. പാർട്സ് എന്ന് പറയുമ്പോഴത്തേന് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഓഫ് ഗൈനീഷ്യം, കാർപ്പൽസിൻ്റെ ഫസ്റ്റ് പാർട്ട് സ്റ്റിഗ്മ. സ്റ്റിഗ്മ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ പോളൻ ഗ്രെയിൻസ് വന്ന് വീഴുന്ന പ്ലാന്റിംഗ് പ്ലാറ്റ്ഫോമിനെയാണ് നമ്മൾ സ്റ്റിഗ്മ എന്ന് പറയുന്നത്. സ്റ്റിഗ്മയിൽ നിന്ന് താഴോട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു ലോങ് സ്ലെൻഡർ ആയിട്ടുള്ള സ്ട്രക്ചറാണ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പോൾ പോളൻ ജെർമിനേഷനൊക്കെ കഴിഞ്ഞിട്ട് ഈ പോളൻ ട്യൂബ് ഇതുവഴി കൂടെയാണ് ഓവറിലോട്ട് വരുന്നത്. ലാസ്റ്റ് ഒരു ബൾജ് ചെയ്തിട്ടുള്ളൊരു സ്ട്രക്ചറാണ് ഓവറി. ഓവറി അറ്റാച്ച് ചെയ്തിരിക്കുന്നത് തലാമസിലോട്ട്. ഓക്കെ, ഇത്ര മനസ്സിലായുള്ള സ്ട്രക്ചർ. അപ്പോൾ ഒന്ന് സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി, തലാമസ്. സ്റ്റിഗ്മ എന്ന് പറയുമ്പോൾ നമ്മുടെ പോളൻ ഗ്രെയിൻസ് വന്ന് വീഴുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് എന്തെന്ന് പറയുന്നത് സ്റ്റിഗ്മ. അത് കഴിഞ്ഞിട്ട് സ്റ്റൈല്, ലോങ് സ്ലെൻഡറായിട്ടുള്ള സ്ട്രക്ചർ സ്റ്റൈല്, പിന്നെ ബൾജ്ഡ് ആയിട്ടുള്ള ലോവർ പോർഷൻ ഓവറി, തലാമസ്. ഇനി ഓവറിക്കകത്ത് ഒരു ക്യാവിറ്റി ഉണ്ട്, അതിനാണ് നമ്മൾ ഓവേറിയൻ ക്യാവിറ്റി എന്ന് പറയുന്നത്. ഓവറിക്കകത്തുള്ള ഒരു ക്യാവിറ്റിയാണ് ഓവേറിയൻ ക്യാവിറ്റി. ഓവേറിയൻ ക്യാവിറ്റിക്കകത്ത് ഒരു കുഷൻ ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്, അതിനെ നമ്മൾ പ്ലാസെൻറ്റ എന്ന് പറയും. ഓക്കെ, അപ്പം ഓവറിക്കകത്തുള്ള സ്പേസിനെ നമ്മൾ ഓവേറിയൻ ക്യാവിറ്റി എന്ന് പറയും. ഓവേറിയൻ ക്യാവിറ്റിക്കകത്തുള്ള കുഷൻ ലൈക്ക് ആയിട്ടുള്ളൊരു സ്ട്രക്ചറിനെ നമ്മൾ പ്ലാസെൻറ്റ എന്ന് പറയും. പ്ലാസെൻറ്റയ്ക്കകത്താണ് നമ്മളുടെ ഓവ്യൂൾസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓവ്യൂൾസ് ഓഫ് മെഗാസ്പൊറാൻഷ്യം അറേഞ്ച് ചെയ്തിരിക്കുന്നതിനകത്താണ് പ്ലാസെൻറ്റയ്ക്കകത്ത്. അപ്പോൾ പ്ലാസെൻറ്റേഷൻ നിങ്ങൾ കഴിഞ്ഞ ഫസ്റ്റ് ഇയറിൽ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ പഠിച്ചാണ് പ്ലാസെൻറ്റേഷൻ. അത് ഓവ്യൂൾസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതി അനുസരിച്ചാണ്. അറേഞ്ച്മെൻറ്റ് ഓഫ് ഓവ്യൂൾസ് പ്ലാസെൻറ്റ വെച്ചിട്ടാണ് നമ്മൾ അറേഞ്ച്മെൻറ്റ് ഓഫ് ഓവ്യൂൾസിന് ഓവറി വെച്ചിട്ടാണ് നമ്മൾ പ്ലാസെൻറ്റേഷൻ പറയുന്നത്. അപ്പോൾ ഏകദേശം മനസ്സിലായി വിചാരിക്കുന്നു. ഓവറിക്കകത്തുള്ള സ്പേസ് ഓവറിയൻ ക്യാവിറ്റി, അതിനകത്തുള്ള കുഷനിലേക്കുള്ള സ്ട്രക്ചർ പ്ലാസെൻറ്റയ്ക്കകത്താണ് ഓവ്യൂൾസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓവ്യൂൾസ് ഓൾസോ കോൾഡ് ആസ് മെഗാസ്പൊറാൻജിയം. നമുക്കിനി ഓവ്യൂളിൻ്റെ സ്ട്രക്ചർ നോക്കാം. അപ്പോൾ നമ്മൾ ഓവ്യൂൾ വരെ പറഞ്ഞായിരുന്നു. ഇനി ഓവ്യൂളിൻ്റെ സ്ട്രക്ചർ. ഓവ്യൂൾ ഈസ് ഓൾസോ കോൾഡ് ആസ് മെഗാസ്പൊറാൻജിയം. ഓവ്യൂളിനെയാണ് നമ്മൾ മെഗാസ്പൊറാൻജിയം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി ഓവ്യൂളിന് 2 പ്രൊട്ടക്റ്റീവ് ലെയേഴ്സ് ഉണ്ട്. ഇതാണ് ഒന്ന്. ഇതിനെ നമ്മൾ ഔട്ടർ ഇൻറ്റഗ്യുമെൻ്റ് എന്ന് പറയും. ഇനി ഉള്ളിലോട്ടൊരു പ്രൊട്ടക്റ്റീവ് ലെയർ ഉണ്ട്. ഇതിനെ നമ്മൾ ഇന്നർ ഇൻറ്റഗ്യുമെൻ്റ് എന്ന് പറയും. അപ്പോൾ മനസ്സിലായല്ലോ, ഓവ്യൂളിന് 2 പ്രൊട്ടക്റ്റീവ് ലെയേഴ്സ് ഉണ്ട്. അതിനൊന്ന് ഔട്ടർ ഇൻറ്റഗ്യുമെൻ്റ്, ഒന്ന് ഇന്നർ ഇൻറ്റഗ്യുമെൻ്റ്. ഇനി ഈ ഓവ്യൂളിനെ നമ്മൾ പ്ലാസെൻറ്റയിലോട്ട് അല്ലെങ്കിൽ പ്ലാസെൻറ്റയിൽ നിന്ന് ഒവ്യൂളിലോട്ട് വരുന്ന ഒരു സ്റ്റോക്ക്, ആ സ്റ്റോക്ക് ഓഫ് ഒവ്യൂൾ എന്ന് പറയുന്നതിന് ഫ്യൂണിക്കിൾ എന്ന് പറയും.
പ്ലാസൻ്റയിൽ നിന്ന് ഓവ്യൂളിലോട്ട് വരുന്ന സ്റ്റോക്ക്, അതിനെ നമ്മൾ ഫ്യൂണിക്കിൾ എന്ന് പറയും. ഇനി നമ്മൾ ഓവറിയുടെ പാർട്ട് ബോഡി ഫ്യൂണിക്കിളായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു പാർട്ടുണ്ട്, അതിനെ നമ്മൾ ഹൈലം എന്ന് പറയും. എന്താണ് സ്റ്റോക്ക് ഓഫ് ഓവ്യൂള്, നമ്മളെ ബോഡി പാർട്ട് ഓഫ് സ്റ്റോക്ക് ഓഫ് ഓവ്യൂള് ഓവ്യൂളിൻ്റെ ബോഡി പാർട്ടായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു പാർട്ടാണ് ഹൈലം എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ ഇൻഡിഗ്യുമെൻറ്റ്സ് കംപ്ലീറ്റ് ചെയ്ത് ക്ലോസ് ആവാതെ ഒരു സ്പേസ് ഇവിടെ ഫ്രീ ആയിട്ട് കിടക്കുന്നുണ്ടായിരുന്നു, കുഞ്ഞു സ്പേസ്. ഇതിനെ നമ്മൾ മൈക്രോപൈൽ എന്ന് പറയും. എന്താ പറയുക? മൈക്രോപൈൽ. മൈക്രോപൈലിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റുള്ള എൻഡാണ് ചെലാസ എന്ന് പറയും. ഓക്കെ, അപ്പം ഓവ്യൂളിനെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് രണ്ട് ലെയേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ആവാതെ ഒരു സ്പേസ് ഫ്രീ ആയിട്ട് കിടക്കുന്നതിന് നമ്മൾ മൈക്രോപൈൽ എന്ന് പറയും. മൈക്രോപൈലിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഉള്ളത് ചെലാസ. പിന്നെ സ്റ്റോക്ക് ഓഫ് ഓവ്യൂൾ എന്ന് പറയുന്നത് ഫ്യൂണിക്കിൾ. ഈ സ്റ്റോക്ക് ഓഫ് ഓവ്യൂളും ബോഡി പാർട്ട് ഓഫ് ഓവ്യൂളും തമ്മിൽ ജോയിൻ്റ് ആവുന്ന പോർഷൻ ഹൈലം. ഇനി ഈ ഔട്ടർ ഇൻഡിഗ്യുമെൻറ്റിലും ഇൻ്റർ ഇൻഡിഗ്യുമെൻറ്റിലും കുറേ സെൽസ് കാണും ഇവിടെ കേട്ടോ, കുറേ സെൽസ്. ഈ സെൽസിനെ നമ്മൾ ന്യൂസെല്ലസ് എന്ന് പറയാം. ഓക്കെ, ഈ വേർഡ് ഓർത്തിക്കുക. എന്താണ് ന്യൂസെല്ലസ്? ശ്രദ്ധിക്കണം, സ്പെല്ലിങ് ന്യൂക്ലിയസ് നമ്മൾ തിരിഞ്ഞു പോകരുത്. ന്യൂസെല്ലസ്. ഓക്കെ, ഇവിടെയുള്ള കുഞ്ഞു കുഞ്ഞു സെൽസിനെ നമ്മൾ ന്യൂസെല്ലസ് എന്ന് പറയും. ഇതിൻ്റെ ഫങ്ഷനും ഫുഡ് സ്റ്റോറിങ് ആണ്. അതിൻ്റെ ഫങ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിസർവ്ഡ് ആയിട്ട് ഫുഡിനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുക. ഓക്കെ, ഇനി അപ്പം ന്യൂസെല്ലസ് ആണ്. ഒരു മാസത്തിൽ സെൽസ് ഉണ്ട്, റിസർവിങ് ഫുഡ് മെറ്റീരിയൽ ആണെന്ന് നമ്മൾ പറഞ്ഞല്ലേ. ഒരു ടിപ്പിക്കൽ ആൻജിയോസ്പെർമിൻ്റെ ഓവ്യൂൾ എന്ന് പറയുന്നത് ഒരു അനാട്രോപ്പസ് ഓവ്യൂളാണ്. എന്താണ് അനാട്രോപ്പസ് ഓവ്യൂൾ? ഒരു ടിപ്പിക്കൽ ആൻജിയോസ്പെർമിൻ്റെ ഓവ്യൂൾ അനാട്രോപ്പസ് ഓവ്യൂൾ. കാരണം ഇതിപ്പോൾ മൈക്രോപൈൽ അപ്പും ചെലാസ ഡൗണും ആണ്. ഇത് തിരിച്ചു വരുന്നുണ്ട്, ചെലാസ മുകളിലും മൈക്രോപൈൽ താഴെ, അങ്ങനെ പല പൊസിഷനിൽ ഓവ്യൂൾസ് വരുന്നുണ്ട്. അപ്പോൾ പല ടൈപ്പ് ഓവ്യൂൾസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ടിപ്പിക്കലായിട്ടുള്ള ആൻജിയോസ്പെർമിൻ്റെ ഓവ്യൂളായിട്ട് അനാട്രോപ്പസ് ഓവ്യൂളാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് എങ്ങനെയാണ് എംബ്രിയോസാക്കിൻ്റെ ഫോർമേഷൻ, കാരണം ഈ ഇരിക്കുന്നത് ഇത് എംബ്രിയോസാക്കാണ്. എംബ്രിയോസാക്ക് അല്ലെങ്കിൽ ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് എന്ന് പറയും. ഈ ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ഇതിൻ്റെ ഫോർമേഷനെ കുറിച്ചാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ന്യൂസെല്ലസ്. ഞാൻ പറഞ്ഞു നേരത്തെ ഒരു മാസം സെൽസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ന്യൂസെല്ലസിൻ്റെ ഒരു സെല്ല് എവിടെന്നെങ്കിലും ഈ മൈക്രോപൈൽ ഇഞ്ചിലുള്ള സെൽസാണ് കൂടുതലായിട്ട് ഒന്ന് പ്രോലിഫറേറ്റ് ചെയ്തിട്ട് എന്തായിട്ട് മാറാം? മെഗാസ്പോർ മദർ സെല്ലായിട്ട് മാറും. നമ്മൾ നേരത്തെ ആൻതറിലെ മൈക്രോസ്പോർ മദർ സെല്ല് പഠിച്ചത് ഓർമ്മയില്ലേ? അതുപോലെ ഇവിടെ മെഗാസ്പോർ മദർ സെല്ല് ഫോം ചെയ്യും. ഈ മെഗാസ്പോർ മദർ സെല്ല് മിയോസിസ് ഡിവിഷൻ നടന്നിട്ട് മിയോസിസ് അല്ലെങ്കിൽ റിഡക്ഷൻ ഡിവിഷൻ അറിയാലോ, ഒരു സെല്ല് നാലായിട്ട് മാറും. അപ്പം 4 മെഗാസ്പോർ ഇവിടെ ഫോം ചെയ്യും. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ മെഗാസ്പോറോജെനിസിസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഒരു ന്യൂസെല്ലസ് ഏതെങ്കിലും ഒരു സെല്ല് പ്രോളിഫറേറ്റ് ആയി മെഗാസ്പോർ മദർ സെല്ലായിട്ട് ആക്ട് ചെയ്യും. അത് മിയോസിസ് നടന്ന് 4 മെഗാസ്പോർ ഫോം ചെയ്യും. ഈ 4 മെഗാസ്പോസിലും 3 ഡീജനറേറ്റ് ചെയ്യും, നശിച്ചു പോകും കേട്ടോ. പിന്നെ 1 മാത്രമേ ആക്ടിവേറ്റ് ആവുള്ളൂ, അതാണ് ഫങ്ഷണൽ മെഗാസ്പോർ. ഫങ്ഷണലായിട്ട് ഒരു മെഗാസ്പോറേ കാണുള്ളൂ. So, the development of embryo sac from a single megaspore is called monosporic development of embryo sac എന്ന് പറയും. ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് മോണോസ്പോറിക് ഡെവലപ്മെൻറ്റ് ഓഫ് എംബ്രിയോ സാക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയേണ്ടത്, ഒരു ന്യൂസെല്ലസിൽ നിന്ന് മെഗാസ്പോർ മദർ സെൽസ് ഡിഫറൻഷ്യേറ്റ് ആയി അത് മിയോസിസ് നടന്ന 4 മെഗാസ്പോർ ഫോം ചെയ്തു. അതിൽ 3 ഡീജനറേറ്റ് ആയിട്ട് ഒരു മെഗാസ്പോർ ഫങ്ഷണലായിട്ട് ഒരു മെഗാസ്പോറേ ഉള്ളൂ. ആ മെഗാസ്പോറിൽ നിന്നാണ് ഒരു എംബ്രിയോസാക്ക് ഫോം ചെയ്തിരിക്കുന്നത്. ഫങ്ഷണലായിട്ടുള്ള ഒരു എംബ്രിയോസാക്ക് ഫോം ചെയ്തിരിക്കുന്നത്. അതിനെയാണ് നമ്മൾ മോണോസ്പോറിക് ഡെവലപ്മെൻറ്റ് ഓഫ് എംബ്രിയോസാക്ക് എന്ന് പറയുന്നത്. ഇനി ഈ മെഗാസ്പോറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, മെഗാസ്പോർ എല്ലാ സെൽസിൻ്റെ കണക്ക് ഒരു ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും. പിന്നെ എന്തുണ്ടായിരിക്കും? ഡെൻസായിട്ട് സൈറ്റോപ്ലാസം അതിൽ ഉണ്ടായിരിക്കും. ഇനി നമ്മൾ മെഗാസ്പോറിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞു 4 മെഗാസ്പോർ മദർ സെല്ലിൽ നിന്ന് ഫോം ചെയ്തിട്ട് ഒരു മെഗാസ്പോർ മാത്രമായിട്ട് ഇപ്പോൾ നിൽക്കുകയാണേ, ഒരൊറ്റ മെഗാസ്പോർ.
വിത്ത് ന്യൂക്ലിയസ് ഫുൾ ഓഫ് സൈറ്റോപ്ലാസം. ഈ മെഗാസ്പോറ് 3 ഫ്രീ ന്യൂക്ലിയർ മൈറ്റോട്ടിക് ഡിവിഷൻ അണ്ടർഗോസ് ചെയ്യും. എത്രയാണ്? 3 ഫ്രീ ന്യൂക്ലിയർ മൈറ്റോട്ടിക് ഡിവിഷൻ. മൈറ്റോട്ടിക് ഡിവിഷൻ്റെ റിസൾട്ട് എന്തുണ്ടാകുന്നത്? ഒരു സെല്ല് മൈറ്റോസിസ് ആണ് 2 സെല്ല് ഫോം ചെയ്യും. അപ്പോൾ സോ വീണ്ടും 2 സെല്ല്, ഇത് വീണ്ടും ഇത് ഫസ്റ്റ് മൈറ്റോട്ടിക് ഡിവിഷൻ, ഇത് സെക്കൻഡ് മൈറ്റോട്ടിക് ഡിവിഷൻ, ഇത് തേർഡ് മൈറ്റോട്ടിക് ഡിവിഷന്, ഇത് തേർഡ് മൈറ്റോട്ടിക് ഡിവിഷൻ. നമ്മുടെ തേർഡ് മൈറ്റോട്ടിക് ഡിവിഷൻ്റെ റിസൾട്ടായിട്ട് 8 ന്യൂക്ലിയസ് മെഗാസ്പോറിൽ ഫോം ചെയ്തു. അപ്പോൾ എങ്ങനെയാണ്? ഒരു ഫങ്ഷൻ മെഗാസ്പോർ മാത്രമേ മെഗാസ്പോർ ജീൻസിൻ്റെ റിസൾട്ടായിട്ട് ഫോം ചെയ്യുന്നുള്ളൂ. ആ ഫങ്ഷണലായിട്ടുള്ള മെഗാസ്പോറിലുള്ള ന്യൂക്ലിയസ് മൈറ്റോട്ടിക് ഡിവിഷൻ അണ്ടർഗോ ചെയ്യും. മൈറ്റോട്ടിക് ഡിവിഷൻ എന്ന് പറയുമ്പോൾ ഒരു സെല്ല് 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു വിതൗട്ട് എനി ചേഞ്ച് ഇൻ ദ ക്രോമോസോമൽ നമ്പർ. ക്രോമോസോമൽ നമ്പറിൽ ഒരു ചേഞ്ച് ഉണ്ടാവാണ്ടാണത് ഡിവൈഡ് ആവുന്നത്. അപ്പോൾ ഒരു സെല്ല് ഫസ്റ്റ് മൈറ്റോട്ടിക് ഡിവിഷൻ സംഭവിച്ച് 2 ന്യൂക്ലിയസ് ആയി. സെക്കൻഡ് മൈറ്റോട്ടിക് ഡിവിഷൻ നടന്ന് 4 ന്യൂക്ലിയസ് ഫോം ചെയ്തു. തേർഡ് മൈറ്റോട്ടിക് ഡിവിഷൻ നടന്ന് 8 ന്യൂക്ലിയസ് ഫോം ചെയ്തു. ഇപ്പോൾ ഇത് 8 ന്യൂക്ലിയഡ് ആയിട്ടുള്ള ഒരു മെഗാസ്പോർ ആയിട്ടാണ് ഇതിപ്പോൾ നിൽക്കുന്നത്. ഇനി ഈ 8 ന്യൂക്ലിയസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊരു ഫങ്ഷണൽ എംബ്രിയോസ് ആക്കാണ്. ഇതിൽ 3 മൈക്രോപെയർ റീജിയനിലോട്ട് പോകും. 3 ഇങ്ങോട്ട് പോകും, ചലാസലൻറ്റിലോട്ട് പോകും. 2 സെൻറ്ററിൽ നിൽക്കും. ഓക്കെ, ഇപ്പോൾ മനസ്സിലായല്ലോ. ഈ എംബ്രിയോസാക്കിന്ന് 3 ന്യൂക്ലിയസ് മൈക്രോപെയറൻറ്റിലോട്ട് പോകും. ഇത് മൈക്രോപെയറൻ്റാണ്, ഇത് ചലാസലൻ്റാണ്. 3 ചലാസലൻറ്റിലോട്ട് പോകുന്നുണ്ട്. ഇനി ഇതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മൈക്രോപെയറൻറ്റിലുള്ള ഇവിടുത്തെ 3 ന്യൂക്ലിയസിനെ ചേർന്ന് നമുക്ക് എഗ് അപ്പാരറ്റസ് എന്ന് പറയാം. എഗ് അപ്പാരറ്റസ്. ഓക്കെ, ഈ എഗ് അപ്പാരറ്റസിൽ 2 സൈനർജിറ്റ്സ്, സെൻറ്ററിലുള്ളത് എഗ്ഗാണ്. അപ്പോൾ എങ്ങനെ എഗ് ഫോർമേഷൻ നടത്തും മനസ്സിലായോ? 2 നമ്മൾ സൈനർജിറ്റ്സ് എന്ന് പറയും. ഓക്കെ, ഈ സൈനർജിറ്റ്സിൽ ഒരു സെല്ലുലാർ തിക്കനിങ് ഇങ്ങനെ ഫോം ചെയ്യും. ഇതിനെ നമ്മൾ ഫിലിഫോം അപ്പാരറ്റസ് എന്ന് പറയും. ഇവിടെ കാണിച്ചാൽ ഫിലിഫോം അപ്പാരറ്റസ് എന്ന് പറയും. ഓക്കെ, 3 സെൽസ്, 3 ന്യൂക്ലിയസ് മുകളിലോട്ട് മൈക്രോപെയറൻറ്റിലോട്ട് പോകും. 2 സൈനർജിറ്റ്സ്, ഒരു എഗ്ഗ്. ഈ സൈനർജിറ്റ്സിൽ നിന്ന് സെല്ലുലാർ തിക്കനിങ് വഴിയാണ് ഫിലിഫോം അപ്പാരറ്റസ് ഫോം ചെയ്യുന്നത്. ഫിലിഫോം അപ്പാരറ്റസിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പോളൻ ട്യൂബ് ജെർമിനേറ്റ് ചെയ്യുമല്ലോ, ഈ പോളൻ ട്യൂബിനെ എഗ്ലോട്ട് ഇങ്ങനെ കൊണ്ടുവരുന്നതാണ് ഫിലിഫോം അപ്പാരറ്റസിൻ്റെ ഫംഗ്ഷൻ. ഇനി നേരെ നമ്മൾ ചലാസെൻറ്ററിലോട്ട് പോയാൽ അവിടെയുള്ളതെല്ലാം ആൻറ്റിപോഡൽസ് എന്ന് പറയും. എന്നാൽ ആൻറ്റിപോഡൽസ്. പിന്നെ ഇവിടെയുള്ള സെൻട്രൽ സെല്ലിന് നമ്മൾ പോളാർ ന്യൂക്ലിയ എന്ന് പറയും. പോളാർ ന്യൂക്ലിയായി. ഓക്കെ, ഇപ്പോഴൊരു ഫങ്ഷണലായിട്ടുള്ള ഒരു ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് അല്ലെങ്കിൽ ഒബ്യൂൾ ഫോം ചെയ്തു. എങ്ങനെയാണ് ഫോം ചെയ്തത്? നമ്മൾ ന്യൂസെല്ലസിൽ നിന്ന് ഒരു സെല്ല് എൻലാർജ് ചെയ്തിട്ട് പ്രോലിഫറേറ്റ് ചെയ്തിട്ട് മെഗാസ്പോർ മദർ സെല്ലായി. മെഗാസ്പോർ മദർ സെൽസ് മ്യോസിസ് ഡിവിഷൻ വരെ മെഗാസ്പോർ ഫോം ചെയ്തു. 4 മെഗാസ്പോർ ഫോം ചെയ്തു. 3 ഡീജനറേറ്റ് ആയി. പിന്നെയുള്ളത് ഒരു മെഗാസ്പോർ. ആ ഒരു മെഗാസ്പോർ 3 ഫ്രീ ന്യൂക്ലിയർ മൈറ്റോട്ടിക് ഡിവിഷൻ വഴി എങ്ങനെയൊക്കെ ഫോം ചെയ്തു? 2 സെല്ല്, 4 സെല്ല്, പിന്നെ 8 സെല്ല്. അതിൽ നിന്ന് 3 മൈക്രോപെയറൻറ്റിലോട്ട്, 3 ചലാസെൻറ്ററിലോട്ട്, പിന്നെ 2 സെൻട്രൽ സെല്ലായിട്ട് പോളാർ ന്യൂക്ലിയ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ മൈക്രോപെയറിലുള്ള 2 സെല്ലിനെ നമുക്ക് സൈനർജിറ്റ്സ് എന്ന് പറയാം. അടുക്കുള്ള സെല്ല് എഗ്ഗാണ്. പിന്നെ സെൻട്രലിൽ പോളാർ ന്യൂക്ലിയ പറഞ്ഞു. പിന്നെ നമ്മുടെ ചലാസെൻറ്ററിൽ 3 ആൻറ്റിപോഡൽസ്. ഈ സൈനർജിറ്റ്സ് എന്നുള്ള സെല്ലുലാർ തിക്കനിങ് ആണ് നമ്മൾ ഫിലിഫോം അപ്പാരറ്റസ് എന്ന് പറഞ്ഞത്. അതിൻ്റെ ഫംഗ്ഷൻ എന്താണ്? നമ്മൾ സ്റ്റിഗ്മയിൽ പോളൻ ഗ്രെയിൻ വന്ന് ജെർമിനേറ്റ് ചെയ്യുമ്പോൾ പോളൻ ട്യൂബ് ഫോം ചെയ്യും. ആ പോളൻ ട്യൂബിനെ നേരെ എഗ്ഗിലോട്ട് കൊണ്ടുവരുന്നതാണ്. ഇതൊന്നിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ
ഫിലിഫോം അപ്പാരറ്റസിൻ്റെ ഫംഗ്ഷൻ. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ആയിട്ടുള്ള ഗൈനീഷ്യത്തിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനൊരു എംബ്രിയോ സാക്കിൻ്റെ ഫോർമേഷൻ കുറച്ച് കൺഫ്യൂസിങ് ആണ്, ഒരു റെപ്രസെൻറ്റേഷൻ പോലെ ഞാൻ എഴുതിയിട്ടുണ്ട്, ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. മെഗാസ്പോറാഞ്ചം, നമ്മുടെ മെഗാസ്പോറാഞ്ചമായിട്ടുള്ള ഓവ്യൂളിലെ ഒരു സെല്ലായിട്ടുള്ള ന്യൂസെല്ലസിൽ നിന്ന് ഒരു സെല്ല് മാത്രം പ്രോളിഫറേറ്റ് ചെയ്ത് മെഗാസ്പോർ മദർ സെല്ലാവും. മെഗാസ്പോർ മദർ സെല്ല് മിയോട്ടിക് ഡിവിഷൻ വഴി 4 മെഗാസ്പോർ ഫോം ചെയ്യും. 4 മെഗാസ്പോറിൽ 3 ഡിജനറേറ്റ് ആവും. ഒരെണ്ണം മാത്രം ഫങ്ഷണൽ മെഗാസ്പോറായിട്ട് മാറും. അത് 3 ഫ്രീ ന്യൂക്ലിയർ മൈറ്റോട്ടിക് ഡിവിഷൻ വഴി 8 സെല്ല് ഫോം ചെയ്യും. ആ 8 സെല്ലാണ് ഇതൊരു എംബ്രിയോ സൈന പടമാണ്. ജസ്റ്റ് അതിൻ്റെ 3 സെല്ല് മൈക്രോപൈൽ ഇൻറ്റിലോട്ടും 3 ചലാസിലോട്ടുമ്പോൾ 2 നമ്മുടെ സെൻട്രൽ സെല്ലായിട്ട് നിൽക്കും. അപ്പം അതാണിത്. പിന്നെ അതിന് പോളാർ ന്യൂക്ലിയ എന്ന് പറഞ്ഞിട്ട് സെൻട്രൽ സെല്ലിൽ 2 ന്യൂക്ലിയസ് ഉള്ള ഒരു സെല്ലുണ്ടാവും. ടിപ്പിക്കൽ ആൻജിയോസ്പം എംബ്രിയോ സാക്കിൻ്റെ പിക്ചോറിക്കൽ റെപ്രസെൻറ്റേഷനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ 7 സെൽസും 8 ന്യൂക്ലിയസും ഉണ്ട്. ഓക്കെ, 1 2 3 4 5 6 7 സെൽസ് ഉണ്ട്, 8 ന്യൂക്ലിയസ് ഉണ്ട്. 1 2 3 4 5 6 7 8. അപ്പോൾ ഒരു ടിപ്പിക്കൽ ആൻജിയോസ്പം എംബ്രിയോ സാക്കിൽ 7 സെൽസും 8 ന്യൂക്ലിയസും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും ആകുമ്പോഴത്തേനും നമ്മുടെ മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ഓഫ് ആൻജിയോസ്പേമും കഴിഞ്ഞിട്ടുണ്ട്. ഇത് പ്രീ ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സിൽ ജസ്റ്റ് 2 മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിൻ്റെയും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിൻ്റെയും ഒരു റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അതിൻ്റെ ഇവൻറ്റ്സ് ഉണ്ട് പ്രീ ഫെർട്ടിലൈസേഷനിൽ. ആൻഡ് ഇവൻറ്റ്സ് ഇനി നമുക്കത് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇത് ഏറെക്കുറെ എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. നമുക്ക് അപ്പോഴപ്പോഴാ തന്നെ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് പോകാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത ഇതിൻ്റെ ഇവൻറ്റ്സുമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കാണാം. അപ്പം എല്ലാവരും ഇത് മാക്സിമം ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഷുവറായിട്ട് നിങ്ങൾക്കത് കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. അത് നെക്സ്റ്റ് വീഡിയോയിൽ തന്നെ ഞങ്ങൾ ഷുവറായിട്ട് ക്ലിയർ ഔട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. Signing off from Kutus Media. Thank you.